ഹേ ഗൈസ്, ഇന്ന് വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും പാക്ക് ഫേസിൽ കഴിക്കാൻ എന്തെങ്കിലും കഴിക്കണമൊന്നും ഉണ്ടാക്കാനായിക്കില്ല ഗൈസ്. വിചാരിച്ചു നമുക്ക് നോക്കിയിട്ടാണ് എന്തെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ എൻ്റെ അമ്മ എനിക്ക് പുറത്തുകാലം എനിക്ക് കഴിക്കണം വാശിയായി. അപ്പോൾ ഞാൻ ഒന്നും കൂടെ എടുത്ത് അപ്പോൾ ഗൈസ് നമുക്ക് ഉണ്ടാക്കാൻ അതിനായിട്ട് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അല്ലാണ്ട് സാധനമൊന്നുമില്ല. നമുക്ക് തക്കാളി വേണം, ഉരുളക്കിഴങ്ങ് വേണം, അങ്ങനെ കുറച്ച് സാധനങ്ങൾ വേണം. ഞാൻ ഇപ്പോൾ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല. ഓരോ ചെറിയ വീഡിയോക്കെ മിനിമം നമ്മുടെ എന്താ പറയുക സാധനങ്ങളൊക്കെ ഇട്ടാൽ ഇപ്പോൾ ഇതൊക്കെ തേച്ചാൽ പിന്നെ കേക്ക് മേക്കപ്പൊക്കെ പോകും. ഞാൻ ഒന്നും ഇട്ടിട്ടില്ല. ഫസ്റ്റ് യു വാണ്ട് ടു സീ മൈ ഫ്രിഡ്ജ്. ഇതാണ് ഗൈസ് ഞങ്ങളുടെ ഫ്രിഡ്ജ്. ഞാൻ കണ്ടായിട്ട് കാണിക്കണില്ല. അപ്പം തക്കാളി വേണം, പക്ഷേ ഇവിടെ തക്കാളി ഇല്ല. മൈ ഗോഡ് ഗൈസ്, ഇവിടെ തക്കാളി ഇല്ല. നമുക്കൊന്നും കൂടെ ഞാനിതിനകത്ത് നോക്കിയില്ല. എന്ത് ചെയ്യും? ഇല്ലാണ്ടിരിക്കാൻ വഴിയില്ല. കാരണം ഇന്നിപ്പോൾ എന്തേലും പറയും. തക്കാളിയില്ല ഗൈസ്, തക്കാളിയില്ല. ഞാനിവിടെ കാണുന്ന ഞാൻ കാണിച്ചുതരാം. ഇത് കണ്ടിട്ട് ഞാൻ വിചാരിച്ചു തക്കാളിയാണ്, പക്ഷെ ഇത് ക്യാപ്സിക്കാണ്. സമാധാനമായല്ലോ. എന്ത് ചെയ്യും? ഇനിയിപ്പോൾ ഉണ്ടാക്കാം. എനിക്കിപ്പോൾ എന്താ ചെയ്യുന്നിപ്പോൾ? ഗൈസ് ഇവിടെ ഒരു ജ്യൂസ് ഇരിക്കുന്നുണ്ട്. ഞാൻ മാംഗോ ലിസി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ജ്യൂസ്. എനിക്ക് 2 ജ്യൂസ് ഒന്ന് ഞാൻ കുറച്ച് കുടിച്ച്. തക്കാളി കാര്യമില്ല, തക്കാളിയില്ല. ഉരുളക്കിഴങ്ങ് ഗൈസ്, നമ്മൾ ഉരുളക്കിഴങ്ങ് ഇവിടെ സാധനം സെറ്റാണ്. ആൻഡ് ഇതൊക്കെ ഇതിൻ്റെ വലിപ്പം നോക്കുക ഗൈസ്. പക്ഷെ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഉള്ളിൽ തക്കാളി ഉണ്ടാവും, പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. ഇതെന്താ പറയുക, എനിക്ക് ഇതാണ് പാൽ. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ നമ്മൾ ഗൈസ്? ഇപ്പം ഇവിടെ കുറേ ഈത്തപ്പഴം ഇരിക്കുന്നുണ്ട്, പക്ഷെ ഈത്തപ്പഴം വെച്ചിട്ട് എനിക്കിപ്പോൾ ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല. ഇതാണ് പ്രോബ്ലം. ഇപ്പം എന്തുണ്ടാക്കും? ഫീസിലുണ്ടാക്കാനുള്ള മൂഡ് പോയി. തക്കാളി ഇല്ല എന്നുള്ളത് എനിക്ക് അറിയൂലേനു കേട്ടാ. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ? ഓട്സ് ഇരിക്കുന്നുണ്ട്, പക്ഷേ ഇപ്പം വെച്ച് ഇവിടെ വീട്ടിലില്ല. പുറത്തൊന്നും അറിയണ്ട. നമ്മൾ അതെടുത്തിട്ട് ഇതാക്കിയാൽ നല്ല ചീത്തയായിരിക്കും. അപ്പം ആ പണിക്ക് നിൽക്കുന്നില്ല. ഇല്ല, ഒന്നുമില്ല. നമ്മളെന്തുണ്ടാക്കും? എന്താണ് ഗൈസ് ഇതിൻ്റെ ഒരു ഡേ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെയാണ് എൻ്റെ ഒരു ഡേ. ഗൈസ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഒരു കസേര കാണിച്ചത്. ഞങ്ങൾ റൂമിലുള്ള എന്താവുന്നല്ല കാണിച്ചത് ഗൈസ്. വാവ്. ഇവിടെ നടക്കുന്ന സാധനമുണ്ട്, സൈക്കിൾ ഓട്ടുന്ന സാധനമുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട്. ആൻഡ് ഗൈസ് ഞാൻ എൻ്റെ ക്രോഷ്യ ഞാൻ ചെയ്തൊന്നും കാണിച്ചു തന്നില്ലല്ലോ. ഓക്കെ ഗൈസ്, ഞാൻ കാണിച്ചു തരാം. ഗൈസ് ഇതാണ് എൻ്റെ ക്രോഷ്യ ബാഗ്. ഗൈസ് ഇതെൻ്റെ ഇംഗ്ലീഷ് ബുക്കാണ് ഗൈസ്. ആൻഡ് ഗൈസ് ഞാൻ കാണിക്കാം. ഇത് ഫുൾ എന്താ അലങ്കോലമായി കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു എന്താ പറയുക, ഇത് തുറന്നാൽ ചിലപ്പോൾ നല്ല എന്താ പറയുക ഫുൾ അതും ഇതൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ടാവും. കാരണം
ഞാൻ കുത്തിക്കൊള്ളിച്ച് വെച്ചതായതുകൊണ്ടാണ് ഇവിടെ പൊന്തിയിട്ട് ഇവിടെ തന്നിട്ടൊക്കെ നിൽക്കുന്നത്. ഞാൻ ഉണ്ടാക്കിയ സാധനം ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുത്തി കിട്ടും. കേസ് ഇത് തുറക്കാൻ കഴിയുന്നില്ല. ഓക്കെ സെറ്റ്. എനിക്ക് അവിടെ വെച്ചപ്പോൾ കണ്ടുക്കണമെന്ന് എനിക്കറിയില്ല, അപ്പം ഞാൻ കാണിച്ചിട്ടുണ്ട്. വാവ്, എനിക്ക് ഇത് ഫുൾ എൻ്റെ ഹുക്സ്. ഇത് മറ്റെന്താ നീഡിൽസ് ആൻഡ് ടാപ്പ്, പിന്നെ ഇവിടെ കുറച്ച് ഡാനി നീഡിൽസ്, പിന്നെ ഈ സാധനം ഉണ്ട്, പിന്നെ ഇവിടെ വേറെ കുറച്ച് ഹുക്കുണ്ട്, സ്കെയില്, പിന്നെ ഈ സാധനം എന്താണെന്ന് എനിക്കറിയില്ല. അതൊക്കെ അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. ഇതൊക്കെ ഇപ്പോൾ ചാടുമോ? ഓക്കെ, നമ്മൾ കത്തിരിക്ക ഞാൻ ഇവിടെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷെ അത് ചാടിയിട്ട് അവിടെ എത്തും. ഇതും പക്ഷെ ഞാൻ എന്ത് ചെയ്യാനായിരുന്നു എന്നെ കുത്തി കയറ്റിയിട്ട് കൊണ്ടുവന്ന വലിയ ഇതുവരെ കണ്ടോ, ഇവിടേക്ക് തന്നെ ചാടിയിട്ട് ഞാൻ ഉണ്ടാക്കി. ഞാൻ ഇട്ടിട്ടില്ല അല്ലേ വീഡിയോ ഒന്നും. കേസ് ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഫ്ലവർ ബൊക്കെ ഇത് നമുക്ക് എടുക്കാം. ഞാൻ കേസ് ഞാൻ എൻ്റെ പിങ്ക് വെച്ചിട്ട് ചെയ്തതിന് ശേഷം ബാക്കി ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി ഗ്ലൗസ് ചെയ്യാൻ അത്രമാത്രം ഇല്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ ബ്ലൂ വെച്ച് സ്റ്റാർട്ട് ചെയ്തു. ഞാനത് അടക്കട്ടെ. അപ്പോൾ ഇതിന് ഞാൻ അത്ര 800 കൊടുത്തിട്ടാണ് ഞാൻ നാട്ടിൽ നിന്ന്. ഇപ്പോൾ ഖത്തറിലാണുള്ളത്, പക്ഷെ ഞാൻ നാട്ടിൽ നിന്ന് വേറൊരു ഫാമിലി വന്നപ്പോൾ ഇവരോട് കൊടുത്തയച്ചതായിരുന്നു. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ 2000, 3000, 4000 രൂപക്കാവും. പിന്നെ വാങ്ങിച്ചില്ല. നാട്ടിൽ നിന്ന് ഒരു ഫാമിലി വന്നപ്പോൾ അവരോട് കൊണ്ടുവരാൻ പറഞ്ഞു. നമ്മൾ ഇനി എന്ത് ചെയ്യും ഗേസ്? ഞാൻ 2 പ്രാവശ്യം ലേസ് ഉണ്ടാക്കി ഫ്ലോപ്പായി ഗേസ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോൺഫ്ലവർ ഇടണം, ആദ്യം ഉരുളക്കിഴങ്ങ് വേവിക്കണം, അങ്ങനെയൊക്കെ ചെയ്യണം. പക്ഷെ ഞാനൊന്നും ചെയ്യാതെ ഉരുളക്കിഴങ്ങ് നമ്മൾ സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ അങ്ങോട്ട് പൊരിച്ച് ഞാൻ വിചാരിച്ച് പൊള്ളച്ചൊക്കെ വരും, പക്ഷെ വന്നില്ല. ഞാൻ 2 പ്രാവശ്യം ഞാൻ വിചാരിച്ചു അത് വന്നുണ്ടാക്കിയതിൻ്റെ കുഴപ്പമായിരിക്കും. ഞാൻ ഇവിടെ എത്തിയാലും ഇവിടെ നിന്ന് 1 പ്രാവശ്യം ഉണ്ടാക്കി. പിന്നെ പ്രശ്നമാണ് കാരണം എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നന്നായിട്ട്. പിന്നെ എനിക്ക് മനസ്സിലായി കോൺഫ്ലവർ ഇടണത് വേവിക്കണം, അങ്ങനെയൊക്കെ എന്നൊക്കെ. എനിക്ക് എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കണം. ഇപ്പം ഞാൻ പുറത്തുകാലം കഴിച്ച് ഇനി ചായ കുടിക്കും കുറച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ചായ കുടിക്കാം. സത്യം പറയില്ല, ഞങ്ങളിപ്പോൾ ഒരു 3 മണി ആ ടൈമാണ്. ഇവിടുത്തെ അസർ ബാങ്ക് കൊടുക്കുമ്പോഴാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുക. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഭക്ഷണം ഉച്ചക്കത്തെ എല്ലാം ചെയ്യിക്കാം. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്താ പറയുക, ചായ കുടിക്കില്ല അപ്പം തന്നെ. അപ്പം കുറച്ച് ഒരു 5 മണി 6 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ ഞങ്ങൾ കഴിക്കുന്ന സാധനമാണ് ചായ. ബാങ്ക് കൊടുത്തതിന് ശേഷം, ബാങ്ക് കൊടുത്തതിന് ശേഷം. ബാങ്ക് കൊടുത്തിട്ടില്ല, ബാങ്ക് കൊടുക്കുമ്പോഴേക്കും ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനുള്ള തുറ വരിക. അപ്പം ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കും. അപ്പോൾ കഴിക്കാനുള്ള ടൈം ഉണ്ടാവില്ല, പിന്നെ പഠിക്കേണ്ടി വരും. കേസ് ഫുൾ എന്താ പറയുക, പിന്നെ ഞാൻ എന്തായാലും ഒരു ഗ്രൂം പറഞ്ഞാൽ ചെയ്യാൻ നോക്കും. പക്ഷേ ഞാൻ പകുതി കഴിയുമ്പോഴത്തേനും ഒന്നെങ്കിൽ അനിയൻ വന്നിട്ട് ഡോർ തുറക്കും. ഓക്കെ, കുഴപ്പമില്ല. ഉമ്മ എന്തെങ്കിലും വിളിക്കും, അല്ലെങ്കിൽ ഉപ്പ എന്തിനേലും വിളിക്കും, എൻ്റെ അനിയൻ എന്തിനേലും വിളിക്കും. അല്ല ഇവൻ വന്നിട്ട് ഫുൾ നമ്മൾ വീഡിയോ എടുക്കുന്ന ടൈമിൽ വന്നിട്ട് അവർക്കൊരു തരം ഉണ്ടാവുമല്ലോ, വീഡിയോ എടുക്കണ്ട. അതാണ് എൻ്റെ 2 അനിയന്മാർക്കുള്ളത്. ഗൈസ്, ഞാൻ ഇവിടെ വേറൊരു സാധനം ഉണ്ടായിരുന്നു കേട്ടോ. എന്താണെന്നറിയാം, ഇവിടെ കുറേ ഈത്തപ്പഴങ്ങളുണ്ട്. ആർക്കെല്ലാം ആണെങ്കിൽ ചോദിച്ചാൽ ഞാൻ കൊണ്ടുവരാം. എന്താ സത്യം പറയാലോ, ഭയങ്കര ഇവിടെ ഫുള്ളില്ല. ഞങ്ങളുടെ വീട് മുഴുവൻ ഈത്തപ്പഴം. ഞാൻ കാണിച്ചിട്ട് ഇത് ഒരു ഈത്തപ്പഴത്തിൻ്റെ ബോക്സ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഹിയർ. 2 ഉണ്ട്. ഞാൻ കാണിച്ചുതരാം ഗൈസ്. എന്താ ഇത് പാല്, ഇത് നാരങ്ങ, അയ്യോ ഇത് മുഴുവൻ, ഇത് മുഴുവനായിട്ട് എന്താ ഈത്തപ്പഴം ഗൈസ്. അത് പിന്നെ ഞങ്ങൾ ജ്യൂസ് അടിച്ചിട്ടൊക്കെ കഴിക്കലാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഇവിടെ ഒന്നുണ്ടായിരുന്നല്ലോ ഈത്തപ്പഴത്തിൻ്റെ.
അതുമ്മച്ചി എന്താ ഇതിപ്പോൾ ഞാൻ കഴിയാത്തത് കൊണ്ട് ഉമ്മ എന്താക്കി അച്ചാറിട്ട് അച്ചാറിട്ട് തിന്നാലും എനിക്ക് ചീത്ത കേൾക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. എവിടെയാണ് വെച്ചിട്ടുള്ളത് എനിക്കറിയില്ല. ഇതാണോ? അല്ല, നാരങ്ങ ഉപ്പിലിട്ടതാണ് ഗൈസ്. അല്ല, ഇതല്ല. എനിക്കൊന്നും അറിയില്ല. ഞാൻ അടുക്കളയിൽ കയറില്ല. സത്യം പറയാൻ ഒന്നും ചെയ്യില്ല. ഞാൻ എനിക്ക് വേണേലും എന്തെങ്കിലും ഉണ്ടാക്കും. അതേപോലെ അവിടെ നോക്കും. ചിലപ്പോൾ കേൾക്കൂല. മെഷീനൊക്കെ ഇങ്ങനെ ചീറ്റിക്കും. അത് അമ്മ അടുക്ക കൊണ്ടുവച്ചിക്കണ വെച്ചാൽ നിങ്ങളുടെ അടുത്ത് കഴിക്കും വിചാരിച്ചിട്ട് കൊണ്ടുവച്ചിരുന്നു ഗേസ്. അപ്പോൾ അതവിടെ നമുക്കറിയൂല കേസ്. ഞാൻ എന്താണ് ഇങ്ങനെ കൂടുതൽ അങ്ങോട്ട് മുമ്പിലേക്ക് ഇങ്ങനെ നോക്കണം, ക്യാമറയ്ക്ക് നോക്കാൻ. എന്താണെന്ന് എനിക്കറിയാം. കാരണം ഇവിടെ മിററാണ് കേസ്. ഞങ്ങളുടെ അടുക്കളയിൽ ഫുൾ മിററാണ് കേസ്. കാണിച്ചു തരാം. ഇതൊക്കെ ഉണ്ടോ? ഫുൾ മിറർ. ഓക്കെ, ക്യാമറക്ക് തെറ്റി. എന്താ ബ്ലറായിട്ടിരിക്കുന്നേ? ഓ ഓക്കെ, നോ പ്രോബ്ലം. തിങ്സ്. ഇപ്പോൾ റെഡി ഗൈസ്. ആൻഡ് ഗൈസിൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട്? ഔട്ട്ഫിറ്റിന് മനസ്സിലായി. ഞാൻ വീഡിയോ ഇട്ടില്ല കേട്ടോ. ഇടാം ഗൈസ്, ഞങ്ങൾ വീഡിയോ ഇടാം എൻ്റെ ഔട്ട്ഫിറ്റ്. സെറ്റാണ് ഗൈസ്. 2 പീസ്. ഞാൻ വേറൊരു ഡ്രസ്സ് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോയിൽ ഇടുന്നതാണ് ഗൈസ്. ആൻഡ് പിന്നെ കുറേ ഞാൻ വിചാരിക്കും എൻ്റെ ഒച്ച നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇടുന്നതിലോ ഒന്നും കേൾക്കണില്ല. അതിൻ്റെ ഒരു ഒന്നാമത് സ്പീക്കറില്ല. പിന്നീട് ഉറക്കെ സംസാരിച്ചാൽ ഉപ്പ ഉമ്മൊക്കെ വരും. അപ്പോൾ എനിക്കെന്താ പണി ചോദിക്കും. അതാണ് ഞാൻ കുറേ അഭിനയിക്കണ വീഡിയോസൊക്കെ ഞാൻ നോക്കാം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇത്ര എനിക്ക് ഉള്ളൂ പറയാൻ. കാരണം അവിടെ എന്തെന്നാ അങ്ങനെ വെള്ളം പോയി. അപ്പോൾ ഞാനിങ്ങനെ ഗ്രൂമ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ട് അതാണ് പ്രശ്നം. എന്നാലും ഞാനിടുന്നതാണ്. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അടുത്തുള്ള ബെല്ലേക്കും കുത്തി പൊട്ടിക്കുക. ഓക്കെ, ബൈ ഗൈസ്. ഇന്നുണ്ടാക്കാൻ വിചാരിച്ച് പാളിപ്പോയി ഗൈസ്. നമുക്ക് തക്കാളി ഇങ്ങനെ വാങ്ങുമ്പം ഞാൻ വരും. ഓക്കെ, ബൈ ഗൈസ്.